Good morning students. Assalamu alaikum. Today we are going to discuss about the creation of financial instruments by financial intermediaries. We have already discussed what is financial instruments and what is financial intermediaries. So how the financial intermediaries creating financial instruments according to the Islamic law. Actually, many financial intermediaries around the world now operate intermediation subject to the requirements of Islamic jurisprudence. As such, they neither charge interest nor do they receive it. Of course, most of these intermediaries are run with the intent of commercial viability, and they generally think of themselves as establishing contracts with their clients that allow the intermediaries to cover operational costs and make a fair profit on their activities. Although some of their depositors are motivated by charitable goals and most of deposits are placed with a view to service or investment return that they will yield. എങ്ങനെയാണ് ഒരു ഫൈനാൻഷ്യൽ ഇൻ്റർമീഡിയറീസ് ഫൈനാൻഷ്യൽ ഇൻസ്ട്രുമെൻസിനെ ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇന്നുള്ള എല്ലാ ഫൈനാൻഷ്യൽ ഇൻ്റർമീഡിയറീസും ഇസ്ലാമിക് ജൂറിസ്പ്രുഡൻസിൻ്റെ അണ്ടറിൽ നിന്ന് തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. അതായത് അവർ ഒരിക്കലും ഇൻട്രസ്റ്റ് വാങ്ങുകയോ കൊടുക്കുകയോ ചെയ്യുന്നില്ല. സോ എങ്ങനെയാണ് അവരുടെ ലാഭങ്ങൾ എന്നുള്ളതാണ്. സോ ഒരു ഫൈനാൻഷ്യൽ ഇൻ്റർമീഡിയറീസ് വർക്ക് ചെയ്യുമ്പോൾ അവർ അവിടെ ഉണ്ടാക്കുന്ന ഓരോ ഫൈനാൻഷ്യൽ ഇൻസ്ട്രുമെൻസും അവരുടെ ഓപ്പറേഷണൽ കോസ്റ്റും അതുപോലെ തന്നെ ഒരു പ്രോഫിറ്റ്, ഒരു ഫെയർ പ്രോഫിറ്റ്, അവരുടെ ആക്ടിവിറ്റീസിനനുസരിച്ചിട്ടുള്ളൊരു ഫെയർ പ്രോഫിറ്റും കൂടി ഉൾക്കൊള്ളുന്ന രീതിയിലായിരിക്കും. മാത്രമല്ല, ഇന്ന് വർക്ക് ചെയ്യുന്ന എല്ലാ ഫൈനാൻഷ്യൽ ഇൻ്റർമീഡിയറീസും മുന്നോട്ട് വെക്കുന്നത് ഫൈനാൻഷ്യൽ എക്കണോമിക് വയബിലിറ്റി അതേപോലെ തന്നെ പ്രോഫിറ്റ് മേക്കിംഗ് എന്നുള്ള ഉദ്ദേശങ്ങൾ തന്നെയാണ്. പക്ഷേ അത് ഇസ്ലാമിക് ജൂറിസ്പ്രുഡൻസിൻ്റെ അണ്ടറിൽ നിന്നുകൊണ്ട് മാത്രമായിരിക്കും എന്നുള്ളതാണ് മെയിനായിട്ടുള്ള ഒരു കാര്യം. മാത്രമല്ല, അതിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്ന മറ്റു പലരെയും മോട്ടിവേറ്റ് ചെയ്യുന്നത് അവിടുത്തെ ചാരിറ്റബിൾ ഗോൾസ് കണ്ടിട്ടായിരിക്കും. അതുപോലെ തന്നെ അവിടെ നിന്നുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് റിട്ടേൺ, ഹലാലായ ഇൻവെസ്റ്റ്മെൻറ്റ് റിട്ടേൺ കണ്ടിട്ടായിരിക്കും മറ്റു പലരും അതിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. സോ ഇത്തരത്തിൽ പലതരത്തിലുള്ള കസ്റ്റമേഴ്സ് പല സതുദ്ദേശത്തോടു കൂടിയായിരിക്കും ഒരു ഇസ്ലാമിക് ഇൻ്റർമീഡിയറീസിനെ അപ്രോച്ച് ചെയ്യുന്നത്. സോ എങ്ങനെയാണ് ഇവർ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നിലനിർത്തിക്കൊണ്ട് തന്നെ ഫൈനാൻഷ്യൽ ഇൻസ്ട്രുമെൻസിനെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് എന്നുള്ളതാണ്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇസ്ലാമിക് സ്കോളേഴ്സ് have been most concerned to define carefully what is permissible in Islamic finance, and such as the prohibition of riba, also the unnecessary of risk, that is gharar, and gambling, and the exploitation of ignorance, jahal. Most important of all, financial support can only lawful be provided in support of economic activity that are themselves lawful, which is halal. Thus, for equity investment in a firm which profits from of a production or sale of alcohol would be wrong, haram. These are the main things for a financial intermediary have to careful about. അതായത് ഓരോ ഫൈനാൻഷ്യൽ ഇൻ്റർമീഡിയറീസും അവരോരോ ഫൈനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ് പുതിയത് ക്രിയേറ്റ് ചെയ്യുന്നത് ഇത്തരത്തിലുള്ള എല്ലാ പെർമിസിബിളായിട്ടുള്ള കാര്യങ്ങളും ഇസ്ലാമിക് ഫൈനാൻസിൽ എന്തൊക്കെയാണെന്ന് മുൻനിർത്തിക്കൊണ്ടായിരിക്കും. അതിൽ ഇൻട്രസ്റ്റ്, പ്രൊഹിബിഷൻ ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ടാവാം, അതുപോലെ തന്നെ ഗറർ, അതുപോലെ മൈസിർ, ഗാംബ്ലിംഗ്, അതുപോലെ എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് ഇഗ്നോറൻസ്, ഇത്തരത്തിലുള്ള എല്ലാ പ്രൊഹിബിറ്റ് ചെയ്യപ്പെട്ട എല്ലാ കാര്യങ്ങളെയും ഒഴിവാക്കിക്കൊണ്ടായിരിക്കും. അതേപോലെ തന്നെ ഹലാലായ കാര്യങ്ങളെ, എക്കണോമിക് ആക്ടിവിറ്റീസിനെ മുൻനിർത്തിക്കൊണ്ടായിരിക്കും. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇക്വിറ്റി ഇൻവെസ്റ്റ്മെൻറ്റ്, ഒരു ഫേമിൻ്റെ ഒരു ഇക്വിറ്റി ഇൻവെസ്റ്റ്മെൻറ്റിൽ വരുന്ന പ്രോഫിറ്റ്സ് അതൊരു പ്രൊഡക്ഷൻ ഓഫ് ആൽക്കഹോൾ അല്ലെങ്കിൽ സെയിൽ ഓഫ് ആൽക്കഹോളിൽ നിന്നുള്ളതാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഹറാമാണ്. സോ ഇത്തരത്തിലുള്ള പല കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിച്ചിട്ടായിരിക്കണം ഇസ്ലാമിക് ഫൈനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഇതാണ് ഫസ്റ്റ് ഓഫ് ഓൾ എങ്ങനെയാണ് ഒരു ഫൈനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്, ഒരു ഫൈനാൻഷ്യൽ ഇൻ്റർമീഡിയറി ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട മെയിനായിട്ടുള്ള കാര്യങ്ങൾ. നെക്സ്റ്റ്, ദ
It is a reasonable conjecture that an Islamic instrument can be devised to meet each and every type of financing that is necessary or expedient to support legitimate non-financial business activities. അതായത് ഒരിക്കലും നിയമാനുസൃതമല്ലാത്ത ഒരു നോൺ ഫൈനാൻഷ്യൽ ആക്ടിവിറ്റീനെ, നിയമാനുസൃതമല്ല, ഒരിക്കലും ലീഗലി സപ്പോർട്ടില്ലാത്ത ഒരു നോൺ ഫൈനാൻഷ്യൽ ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ടുള്ള ക്യാഷ് കൊടുക്കുക എന്നുള്ളത് ഒരു ഫൈനാൻഷ്യൽ ഇൻ്റർമീഡിയറിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഹറാമായ അല്ലെങ്കിൽ മാറ്റി നിർത്തപ്പെടേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇത്തരത്തിലുള്ള കാര്യങ്ങളെ, അതായത് indeed this could be regarded as almost a tautological statement support of legitimate non-financial business may in itself be almost sufficient justification. അല്ലെങ്കിൽ അതിനെ ഒരു തരത്തിൽ ഒരു ടൂട്ടോളജിക്കൽ പ്രസ്താവനയായിട്ട് നമുക്ക് മാത്രമേ കണക്കാക്കാൻ കഴിയുള്ളൂ. അതായത് നിയമാനുസൃതമല്ലാത്ത സാമ്പത്തികേതര ബിസിനസ്സിനെ പിന്തുണയ്ക്കുക എന്നത് ആയിരിക്കും അതിന് വരുന്ന ഒരു മതിയായ ന്യായീകരണം എന്നുള്ളതാണ് നമുക്കിതിൽ മനസ്സിലാക്കേണ്ടത്. ആൾസോ noting the apparent parallelism between the functionality of much of modern Islamic financial instruments and those of conventional finance, some observers have supposed that the Islamic finance is equivalent in all economical essential respect to conventional finance. അതായത് നമ്മളുടെ ഇസ്ലാമിക് ഫൈനാൻസിനെയും അതേപോലെ തന്നെ കൺവെൻഷണൽ ഫൈനാൻസിനെയും താരതമ്യപ്പെടുത്തുമ്പോൾ ചില നിരീക്ഷകർ കണ്ടെത്തുന്നുണ്ട്, അതായത് ഇസ്ലാമിക് ഫൈനാൻസിൻ്റെ അതേ ഇൻസ്ട്രുമെൻസും കാര്യങ്ങളും നോർമൽ, അതായത് കൺവെൻഷണൽ ഫൈനാൻസുമായിട്ട് കൂടുതലും താരതമ്യപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് എന്നുള്ളത് അവർ കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ ഇത്തരം ഒബ്സർവേഷൻ വരുമ്പോൾ തന്നെ the instruments of Islamic finance today represent a restricted subset of what is available in conventional finance. അതായത് കൺവെൻഷണൽ ഫൈനാൻസിൽ അവൈലബിൾ ആയിട്ടുള്ള മറ്റു പല കാര്യങ്ങളുടെയും റെസ്ട്രിക്ഷൻസും ഇസ്ലാമിക് ഫൈനാൻസിലുണ്ട്. ആൾദോ ദിസ് മെനു കുഡ് ബി വൈഡൻഡ്. അതായത് ഇത്തരത്തിലുള്ള നിരീക്ഷകർ ഇത്തരത്തിലൊരു സ്റ്റേറ്റ്മെൻറ്റിലെത്തുമ്പോൾ ഇസ്ലാമിക് ഫൈനാൻസിൽ പ്രൊഹിബിറ്റ് ചെയ്യപ്പെടുന്ന കൺവെൻഷണൽ ഫൈനാൻസിലെ ഇൻസ്ട്രുമെൻസിൻ്റെ കാര്യങ്ങൾ മറക്കപ്പെടുന്നുണ്ട്. ആൻഡ് അതൊരു ആളുകൾക്കിടയിൽ ഉണ്ടാക്കുന്ന ഒരു മിസ്കൺസെപ്റ്റിലേക്ക് അതിനെ വഹിക്കുന്നുമുണ്ട്. In addition, while convergent evaluation has meant that many of the most common conventional finance instruments has a functionally similar counterpart in Islamic finance, the similarities mask important differs. This hidden differs mean that a system which relies only on popular Islamic financial instruments may be weaker in delivering the underlying financial service needed to boost sustained economic growth. അതായത് ഇത്തരത്തിലുള്ള ഡിഫറൻസുകളെ, അതായത് ഇസ്ലാമിക് ഫൈനാൻസുകൾ കൺവെൻഷണൽ ഫൈനാൻസിൽ നിന്ന് മുന്നോട്ട് വെക്കുന്ന ഡിഫറൻസുകളെ ആളുകൾക്കിടയിലേക്ക് കാണാതെ, അതായത് അവർ നോക്കുമ്പോൾ ഇസ്ലാമിക് ബാങ്കിങ് ഇൻ്റർമീഡിയറീസും കൺവെൻഷണൽ ഇൻ്റർമീഡിയറീസും തമ്മിൽ ഒരേപോലെ തന്നെ പ്രവർത്തിക്കുന്നു. ഇൻട്രസ്റ്റിന് പകരം അവരവിടെ അങ്ങനെ പ്രോഫിറ്റ് എടുക്കുന്നു. സോ ഇത് രണ്ടും തമ്മിൽ എന്താണ് വ്യത്യാസം എന്ന് ചോദിക്കുന്ന രീതിയിലേക്ക് ആളുകൾ ഇതിനെ മനസ്സിലാക്കാതെ വരുമ്പോൾ യഥാർത്ഥത്തിൽ ഒരു ഇസ്ലാമിക് ഫൈനാൻഷ്യൽ ഇൻ്റർമീഡിയറി എന്താണ് മുന്നോട്ട് വെക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ അതിൻ്റെ 100% ലെവലിൽ നിന്നും ആളുകൾ ഉൾക്കൊള്ളാതെ പോകുന്നുണ്ട്. സോ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ വരുമ്പോൾ ഇസ്ലാമിക് ഫൈനാൻഷ്യലിൻ്റെ എക്കണോമിക് ആക്ടിവിറ്റീസിനെ അല്ലെങ്കിൽ ഇവരുടെ സർവീസിനെ ആളുകൾ കൂട്ടത്തിലേക്ക് എടുക്കുക അല്ലെങ്കിൽ അതിന് ബൂസ്റ്റപ്പ് ചെയ്യാനൊരിക്കലും കഴിയില്ല. അതായത് ഇവർ നോർമൽ കൺവെൻഷണൽ ഫൈനാൻസ് തന്നെ യൂസ് ചെയ്ത് മുന്നോട്ട് പോകും. സോ ഇത്തരത്തിലുള്ള കുറച്ച് റിസ്ക്കുകൾ ഇസ്ലാമിക് ഇൻ്റർമീഡിയറീസ് ഫൈനാൻഷ്യൽ ഇൻസ്ട്രുമെൻസിനെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ മുന്നിൽ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഇസ്ലാമിക് ഇൻസ്ട്രുമെൻസുകളിൽ ഉള്ള താരതമ്യം, കൺവെൻഷണൽ ഫൈനാൻസുമായിട്ടുള്ള താരതമ്യം ജനങ്ങളെടുക്കുമ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എത്രത്തോളമാണെന്ന് അവർ മനസ്സിലാക്കാതെ പോകുന്നുണ്ട്. സോ ഇത്തരത്തിലുള്ള ഒരുപാട് റിസ്ക്കുകൾ ഒരു ഫൈനാൻഷ്യൽ ഇൻ്റർമീഡിയറി പുതിയതായിട്ടുള്ള ഫൈനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ മുന്നിൽ കാണുന്നുമുണ്ട്. സോ ഈ ചാപ്റ്ററിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ഫൈനാൻഷ്യൽ ഇൻ്റർമീഡിയറി ഒരു ഫൈനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ
നോക്കേണ്ട കാര്യങ്ങളാണ്. അതായത് പ്രൊഹിബിഷനായിട്ടുള്ള കാര്യങ്ങൾ, ഹലാലാക്കപ്പെട്ട കാര്യങ്ങൾ, ഹറാമാക്കപ്പെട്ട കാര്യങ്ങൾ. അതേപോലെ തന്നെ ഇതും കൺവെൻഷണൽ ഫൈനാൻസും തമ്മിലുള്ള ഡിഫറൻസുകൾ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നോക്കിയിട്ട് അത് ജനങ്ങളിലേക്ക് ഉൾക്കൊള്ളുന്ന രീതിയിലുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ഭാഗത്ത് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. താങ്ക് യു സ്റ്റുഡൻസ്.